അസ്സലാമു അലൈക്കും യാ അബ്ത്വാല സഫ് സാമിൻ. 8ാം ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 12 വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് പഠിക്കാം. പേജ് 12 മുകൾ ഭാഗത്തായിട്ട് ഒരു മഞ്ഞ ബോക്സിൽ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. നഖ്റഉ വനഫ്ഹം. വഖഅത് ഐനാഹു അലാ കിതാബിൻ. വഖഅത് ഐനാഹു അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അലാ കിതാബിൻ ഒരു പുസ്തകത്തിൻ്റെ മേൽ. രണ്ടാമത്തത് ഇസ്തൈഖല ഫൗസാൻ മിനൻ നൗം. ഇസ്തൈഖല എഴുന്നേറ്റു, ഫൗസാൻ എഴുന്നേറ്റു, മിനൻ നൗം ഉറക്കിൽ നിന്ന്. ലാഹലത്തിൽ ഉമ്മു ഇബ്നഹ. ലാഹലത്തിൽ ഉമ്മ നോക്കി, ഇബ്നഹ അവളുടെ മകനെ. അജാബ ഫൗസാൻ മറുപടി പറഞ്ഞു. ഇബ്തസമത്തിൽ ഉമ്മ പുഞ്ചിരിച്ചു. അസ്സറത്ത് നസീഹത്തുൽ ഉമ്മി ഫീ ഖൽബി ഇബ്നിഹ. അസ്സറത്ത് സ്വാധീനിച്ചു, നസീഹത്തുൽ ഉമ്മയുടെ ഉപദേശം ഫീ ഖൽബി ഇബ്നിഹ അവളുടെ മകന്റെ ഹൃദയത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള എല്ലാ വാക്കുകളുടെയും അർത്ഥങ്ങൾ നമുക്കറിയാം. നേരത്തെ പാഠത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഫിഇല് മാളിയിൽ ഫാഇല് മുഅന്നസ് ആവുമ്പോൾ ഫിഇലിന്റെ കൂടെ ത് എന്ന് അവസാനത്തിൽ ചേർക്കണം. ഇബ്തസമത്തിൽ ഉമ്മ പുഞ്ചിരിച്ചു. അവിടെ ഉമ്മ എന്നുള്ള മുഅന്നസിന് പകരം ഫൗസാൻ എന്ന മുസക്കർ ആയിരുന്നെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വായിക്കുക? ഇബ്തസമ ഫൗസാൻ എന്നായിരുന്നു വായിക്കുക. അത് പെണ്ണായതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് ഇബ്തസമത്തിൽ എന്ന് വന്നു. അജാബ ഫൗസാൻ എന്ന് നമുക്ക് കാണാം. അജാബ ഉത്തരം പറഞ്ഞു എന്നാണ്. ഫൗസാൻ ആയതുകൊണ്ടാണ് അത് അജാബയായത്. അത് സ്ത്രീ ആയിരുന്നെങ്കിൽ, മുഅന്നസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഉമ്മ എന്ന് ചേർത്താൽ അജാബത്തിൽ എന്നായി മാറും. നമ്മൾ മുമ്പേ പഠിച്ച ഒരു ഗ്രാമറാണ് നമ്മളിവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത ഭാഗത്തേക്ക് കടക്കാം. രണ്ടാമത്തെ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നുലാഹിലു വനഫ്ഹം. ശ്രദ്ധിക്കാം, മനസ്സിലാക്കാം. ഇത് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ വരി, ഇസാ അറദ്ത അൻ തുശ്രിഖക ശംസ് ഫഇദൻ തഹ്തരിഖ് മിസ്ലഹ. ഇസാ അറദ്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ തുശ്രിഖക ശംസ് സൂര്യനെ പോലെ പ്രകാശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഇദൻ തഹ്തരിഖ് മിസ്ലഹ നീ അതിനെ പോലെ കത്തിജ്വലിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, അലൈക അൻ തഫ്ഹമ സലാസ ഖുവാത്തിൻ കൈ തൻജഹ ഫിൽ ഹയാത്ത്. അലൈക നിന്റെ മേൽ നിർബന്ധമാണ്, അൻ തഫ്ഹമ മനസ്സിലാക്കൽ, സലാസ ഖുവാത്തിൻ 3 കാര്യങ്ങൾ, 3 ശക്തികൾ, കൈ തൻജഹ ഫിൽ ഹയാത്ത് ജീവിതത്തിൽ വിജയിക്കുന്നതിനു വേണ്ടി. അപ്പൊ മക്കളെ, ഈ വരികളിൽ നമ്മൾ നോക്കുമ്പോൾ ചുവന്ന നിറത്തില് ചില വാക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വരിയില് അൻ തുശ്രിഖ, രണ്ടാമത്തതില് അൻ തഫ്ഹമ, അതിൽ തന്നെ കൈ തൻജഹ. ഇത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ വന്നിരിക്കുന്ന അൻ, കൈ തുടങ്ങിയ അക്ഷരങ്ങൾക്ക് ശേഷം ഫിഇല് മുളാരിയാണ് വന്നിരിക്കുന്നത്. ഫിഇല് മുളാരി വരുമ്പോൾ തുശ്രിഖു എന്നാണ് ശരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ തഫ്ഹമു എന്നാണ് വരേണ്ടത്, തൻജഹു എന്നാണ് വരേണ്ടത്. എന്നാൽ ഇവിടെ തൊട്ട് മുമ്പില് ഹർഫ് നസ്ബായ, നസ്ബിന്റെ അക്ഷരമായ അൻ, കൈ തുടങ്ങിയവ വന്നപ്പോൾ ഫിഇല് മുളാരിയുടെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹായി മാറിയിരിക്കുന്നു. അതാണ് അതിന്റെ നിയമം. അൻ, ലൻ, ഇസൻ, കൈ തുടങ്ങിയ അക്ഷരങ്ങൾ നസ്ബിന്റെ അക്ഷരങ്ങളാണ്, ഹുറൂഫുൻ നസ്ബ്. ഇവ ഫിഇല് മുളാരിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഫിഇല് മുളാരിയുടെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുക്കണം.
ഉദാഹരണത്തിന് നമുക്ക് ഈ ബോക്സിൽ കൊടുത്ത പോലെ തന്നെ തുശ്ശിരിയക്കു എന്ന് വേണ്ടത് അൻ എന്ന് വന്നപ്പോൾ അൻ തുശ്ശിരിയക്ക. തഫ്ഹമു എന്ന് വേണ്ടത് അൻ മുമ്പിൽ വന്നപ്പോൾ അൻ തഫ്ഹമ. തൻജഹു എന്ന് വേണ്ടത് കൈ മുമ്പിൽ വന്നപ്പോൾ തൻജഹ എന്നിങ്ങനെയായി മാറിയിരിക്കുന്നു. തൊട്ട് താഴെ ഈ ഭാഗം നമുക്ക് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. അലൽ അഫ്ആലിൽ ആതിയ വസ്തഅമിൽഹ ഫിൽ ജുമൽ. അദ്ഖി പ്രവേശിപ്പിക്കുക, അൻ അൻ എന്ന അക്ഷരത്തെ പ്രവേശിപ്പിക്കുക അലൽ അഫ്ആലിൽ ആതിയ താഴെ കൊടുത്തിരിക്കുന്ന ഫിഇലുകൾക്ക് മുമ്പിൽ. വസ്തഅമിൽഹ ഫിൽ ജുംല എന്നിട്ട് അതിനെ ഫിഇൽ വാക്യത്തിൽ പ്രയോഗിച്ച് ആ വാക്കിനെ പൂർത്തിയാക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന വാക്ക് നോക്കാം. യഫ്തഹു എന്നാണ്. അതിന്റെ മുമ്പിൽ നമ്മൾ അൻ ചേർക്കണം. അപ്പോൾ എന്ത് മാറ്റാണ് വരിക? നേരത്തെ പറഞ്ഞ പ്രകാരം അൻ യഫ്തഹ എന്നായിട്ട് മാറും. നേരെ നമുക്കൊരു വാചകം പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട്. ഹാവലൽ വാലിദു, നമ്മൾ പറഞ്ഞ പ്രകാരം അൻ യഫ്തഹൽ ബാബ. രണ്ടാമത് തന്നിരിക്കുന്നത് യഖ്റഉ എന്നാണ്. അതിന്റെ മുമ്പിൽ നമ്മൾ ആദ്യം അൻ ചേർക്കുന്നു. അപ്പോൾ യഖ്റഉ അൻ യഖ്റഅ. ഇനി അതിനെ നമുക്കിവിടെ ചേർത്താൽ മതി. ത്വലബൽ മുദരിസു മിനദ്ദാരിസി അൻ യഖ്റഅ ദർസ. അൻ എന്നതിന്റെ അർത്ഥം വരിക ചെയ്യാൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ വാക്യത്തിന്റെ അർത്ഥം വരിക എങ്ങനെയാണ്? ഹാവല ശ്രമിച്ചു, അൽ വാലിദ് ഉപ്പ ശ്രമിച്ചു, അൻ യഫ്തഹ തുറക്കാൻ, അൽ ബാബ് വാതിൽ തുറക്കാൻ. രണ്ടാമത്തതിന്റെ അർത്ഥം വരിക ത്വലബൽ മുദരിസു, ത്വലബ ആവശ്യപ്പെട്ടു, അൽ മുദരിസു അധ്യാപകൻ ആവശ്യപ്പെട്ടു, മിനദ്ദാരിസി വിദ്യാർത്ഥിയോട്, അൻ യഖ്റഅ വായിക്കാൻ, അദ്ദർസ പാഠം വായിക്കാൻ. അടുത്ത നമുക്ക് തന്നിരിക്കുന്ന വാക്ക് യൻസുറു എന്നാണ്. അതിനു മുമ്പിൽ നമ്മൾ അൻ ചേർത്ത് കഴിഞ്ഞാൽ അൻ യൻസുറ എന്നായിട്ട് മാറും. ഇനി യൻസുറു എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ്. അപ്പോൾ സഹായിക്കാൻ എന്ന് വരുന്ന ഒരു ജുംലയാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. അങ്ങനെ ഒരു ജുംല സ്വന്തമായിട്ട് എഴുതാനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. യുരീദു ത്വാലിബു, കുട്ടി ഉദ്ദേശിച്ചു, അൻ യൻസുറ സ്വദീഖഹു, അവന്റെ കൂട്ടുകാരനെ സഹായിക്കാൻ കുട്ടി ഉദ്ദേശിക്കുന്നു. ഇവിടെ നമുക്ക് ഉപ്പയെ ചേർത്ത് കൊടുക്കാം. യുരീദുൽ വലതു അൻ യൻസുറ വാലിദഹു, അവന്റെ ഉപ്പയെ സഹായിക്കാൻ കുട്ടി ഉദ്ദേശിക്കുന്നു. ഇനി ഉമ്മയെ സഹായിക്കാനാണെങ്കിലോ യുരീദുൽ വലതു അൻ യൻസുറ ഉമ്മഹു, അവന്റെ ഉമ്മയെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ സഹായിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ജുംല അവിടെ ചേർത്തെഴുതുക. അപ്പോൾ മക്കളെ, അൻ, കൈ തുടങ്ങിയ ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ ഫിഇലിന്റെ അവസാനത്തിൽ ഫതഹ് വരണം എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ള നിയമം. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത്, ഞാൻ പറഞ്ഞതല്ലാത്ത ഏതെങ്കിലും ഉത്തരം മക്കൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അവിടെ ടൈപ്പ് ചെയ്തിടുക. ബാക്കിയുള്ള കൂട്ടുകാർക്കും അതൊന്ന് ഉപകാരപ്പെടും. അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തിരുത്തി തരുന്നതുമാണ്. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.